തികച്ചും ലളിതമായ നടപടിക്രമങ്ങളോടെ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം. ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ. വൈസ്മാൻ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. ഹായ്, റിസർച്ച് കോഴ്സ് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡിലാണ്. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വിളിച്ചിട്ട് റിസർച്ച് കോഴ്സിനെ കുറിച്ച് ചോദിക്കേണ്ട ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അതിന് സ്റ്റേ ബാക്ക് ഉണ്ടോ എന്നങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കേണ്ടത്, ഫീസ് എത്രയാണ് എന്നൊക്കെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഈ റിസർച്ച് കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നവരോട് കുറച്ച് കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയണം. കാരണം ഈ നമ്മളിപ്പോൾ ഒരു നോർമൽ UGO PGO കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്ന പോലെയല്ല റിസർച്ച് കോഴ്സ്, എംറസ് കോഴ്സ്. ഈ എംറസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി അതൊരു റിസർച്ച് പ്രോഗ്രാമിൻ്റെ ഇനീഷ്യൽ പ്രോഗ്രാമാണ്. ഈ ജസ്റ്റ് നിങ്ങൾക്കൊരു സ്പൗസ് വിസ അവൈലബിൾ ആണ് ഇതിന് എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാം ചൂസ് ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് മെയിൻ പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളതൊന്ന് കൺസിഡർ ചെയ്യാം റിസർച്ച് കൺസിഡർ ചെയ്യുന്നതിന് മുമ്പ്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ബേസിക് റിസർച്ച് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇത് ഹാർഡ് കോർ റിസർച്ച് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവും. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ തീസിസും കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ ഇതിൻ്റെ പ്രപ്പോസൽസ് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മറ്റുള്ള PG അല്ലെങ്കിൽ UG കോഴ്സസ് പോലെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ അല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതൊരു റിസർച്ച് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് വളരെ കുറവാണ്. കുറച്ച് മാനേജ്മെൻറ്റ് സബ്ജക്ട്സും കുറച്ച് IT സബ്ജക്ട്സും അതുപോലെ തന്നെ കുറച്ച് സയൻസ് സബ്ജക്ട്സും അല്ലാതെ ഇതിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെ വാസ്റ്റ് നമ്പർ ഓഫ് ഈ സബ്ജക്ട്സ് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അപ്പം അതിനനുസരിച്ചുള്ള കോഴ്സുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ആ കോഴ്സുകളിൽ നിങ്ങൾക്ക് ഒരു റിസർച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ അതിനനുസരിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഓപ്റ്റ് ചെയ്യേണ്ട സബ്ജക്റ്റാണ് എംറസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, എല്ലാവരും ഇതിൻ്റെ ഫീസ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനേക്കാളും കുറവാണ് എന്നുള്ളതും മറ്റൊരു കാരണമാണ്. സ്പോർട്സ് വിസയിനേക്കാളും എല്ലാവരും ഓപ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു കാരണമാണ്. പക്ഷേ ഇതൊരു റിസർച്ച് ആയതുകൊണ്ട് തന്നെ ഈ 1 year ഡ്യൂറേഷൻ നിങ്ങൾക്കൊരു ഡെഡ് ലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്തിനുള്ള നിങ്ങളുടെ പേപ്പേഴ്സ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഇതിന് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് എക്സ്റ്റൻഷനും മറ്റ് പല കാര്യങ്ങൾക്കും പോകേണ്ടി വരും. അങ്ങനെ ഒരു എക്സ്റ്റൻഷന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും നമ്മൾ നാട്ടിൽ ചെയ്ത അതേ ലിവിങ് എക്സ്പെൻസസിൻ്റെയും അതുപോലെ ഇൻഷുറൻസിൻ്റെയും കാര്യങ്ങളൊക്കെ റീപ്രോസസ്സിങ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എത്രയാണോ നിങ്ങൾക്ക് ബാക്കി എക്സ്റ്റൻഷൻ തരുന്നത് അതിന് എത്രയാണോ നിങ്ങൾ ഫീസ് പേ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ പേ ചെയ്തിട്ട് വേണം അടുത്ത വിസ എക്സ്റ്റൻഷന് പോകേണ്ടി വരിക. ബേസിക്കലി ഇത് 1.5 year കോഴ്സ് ആണ്, അല്ലെങ്കിൽ 1 year ആണ്, 1.5 year ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങളുടെ സിൻസ് അതൊരു റിസർച്ച് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പറയുന്ന ഡെഡ് ലൈനിനുള്ളിൽ ചിലപ്പോൾ കോഴ്സ് തീരണം എന്നില്ല. അപ്പം അങ്ങനെ തീരാതിരുന്നാൽ നിങ്ങൾക്ക് ഫർദർ എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ പോകേണ്ടി വരും. നാലാമത്തെ പോയിന്റ്, നിങ്ങൾ റിസർച്ച് പ്രോഗ്രാംസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വെണ്ടർ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ മെൻഡറായിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള കോൺടാക്ട്സും കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള പ്രോഗ്രാംസ് പഠിക്കുന്ന പോലെ നിങ്ങൾക്ക് റഫറൽ മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു മെൻറ്ററിൻ്റെ കയ്യിൽ നിന്ന് തന്നെ മേടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ UGO PGO അവിടെ ചെയ്യുമ്പോൾ നമുക്ക് റെഗുലറായിട്ട് ക്ലാസ്സുകളുണ്ട്. ക്ലാസ്സിൽ നിങ്ങൾക്ക് എടുക്കുന്ന സബ്ജക്ട്സിനെ കുറിച്ചുള്ള ബുക്സും കാര്യങ്ങളൊക്കെ റഫറലും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഫൈനലി ആണ് നിങ്ങളുടെ പ്രോജക്റ്റ് വരുന്നതും പ്രോജക്റ്റിൽ നിങ്ങളുടെ ബാക്കിയുള്ള നിങ്ങളുടെ ഫൈൻഡിങ്സ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഡെയിലി റെഗുലറായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് റിസർച്ചും കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യം വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ 40 hours വർക്ക് ലിമിറ്റ് ഇല്ല, അല്ലെങ്കിൽ 20 hours വർക്ക് ലിമിറ്റ് ഇല്ല, 40 hours വരെയൊക്കെ നമുക്ക് ഒരാഴ്ച വർക്ക് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യം നല്ലൊരു എഫേർട്ട് ഉണ്ട്. നിങ്ങൾ വിചാരിക്കണ പോലെ അത്ര എളുപ്പത്തിൽ ഇത് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യം അല്ല എന്നുള്ളത് ഞാൻ ഓൾറെഡി ഓപ്പണായിട്ട് പറയുകയാണ്. അടുത്തൊരു കാര്യം, IELTS റിക്വയർമെൻറ്റ് റിസർച്ച് കോഴ്സിന് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് യൂണിവേഴ്സിറ്റി ടു യൂണിവേഴ്സിറ്റി നിങ്ങളുടെ മെൻറ്റർ ടു മെൻറ്റർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
മിനിമം 5 ഇയർ വരെ നമുക്ക് മാക്സിമം നമുക്ക് IELTS വേവർ കിട്ടും. പക്ഷേ ഇതിൽ 2 കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. IELTS വേവർ കിട്ടുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മിനിമം യൂണിവേഴ്സിറ്റീസ് 2 ഇയർ to 3 ഇയർ വർക്ക് എക്സ്പീരിയൻസ് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സിനെ എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളൊരു ഡിഗ്രി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടോ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റീസും നിങ്ങളുടെ പ്രൊഫൈൽ ആക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അതുപോലെ തന്നെ 5 ഇയേഴ്സിന് മേളിൽ അക്കാഡമിക് ഗ്യാപ്പുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ IELTSന്റെ റിക്വയർമെൻറ്റും ആസ് പെർ ദ യൂണിവേഴ്സിറ്റി നോംസ് നിങ്ങൾക്ക് ആവശ്യം വരും. ഇത് നമുക്ക് അറിയണമെങ്കിൽ നമ്മളുടെ പ്രൊഫൈൽ നമ്മൾ ഓൾറെഡി യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷം യൂണിവേഴ്സിറ്റി നമ്മളുടെ ഇത് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റിസർച്ച് പ്രോഗ്രാമിന് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നവരോട് അത് യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിട്ടാണ്, യൂണിവേഴ്സിറ്റിയുടെ പർട്ടിക്കുലർ ഡിസിഷനാണ് നമുക്ക് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് വെക്കണോ വേണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയറിലെ നമ്മുടെ സ്കോറും നമ്മുടെ മാർക്കും അവർ കൺസിഡർ ചെയ്യും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അടുത്തത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, എല്ലാവർക്കും റിസർച്ച് ഓപ്പൺ ആണോ എന്നുള്ളത്. മറ്റുള്ള PG UG കോഴ്സുകളെ പോലെ റിസർച്ച് എന്ന് പറഞ്ഞ കോഴ്സിൽ നമുക്ക് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഇൻടേക്കുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ്. ഇത്ര നമ്പേഴ്സ് ഓഫ് സീറ്റ്സ് അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഓൾമോസ്റ്റ് ആ ഇൻടേക്ക് ആവുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഇപ്പം നമുക്ക് മറ്റുള്ള PGO UGO പ്രോഗ്രാംസിന് അപ്ലൈ ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് മിനിമം ഇത്ര നമ്പർ ഓഫ് സ്ലോട്ട്സ് അവൈലബിൾ ആണ്, ഇത്ര നമ്പർ ഓഫ് സീറ്റ്സ് അവൈലബിൾ ആണ്. ഇപ്പം ഓരോ കോഴ്സിനും അവരിപ്പോൾ 30-60 സീറ്റിൻ്റെ ഉള്ളിൽ അവർക്ക് ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഇതൊരു റിസർച്ച് പ്രോഗ്രാം ആയതുകൊണ്ടും വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടും ഇതിന് ഈ ഒരു എംപ്രസ് പ്രോഗ്രാമിന് ഇവർ അങ്ങനത്തെ ഒരു റിസർവേഷൻ വെക്കാറില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പോൾ നോർമലി ഒരു പ്രോഗ്രാം ഓപ്പൺ ആകുന്ന ലാഘവത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എംപ്രസ് പ്രോഗ്രാംസിൽ സീറ്റ്സ് അവൈലബിൾ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഇതിലേക്ക് സീറ്റ്സ് കിട്ടണം എന്നുള്ളതിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അത് കോഴ്സ് അവൈലബിലിറ്റിയും അതുപോലെ തന്നെ മെൻറ്ററിൻ്റെ അവൈലബിലിറ്റിയും പോലെയൊക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് സീറ്റ്സ് അവൈലബിൾ ആയി കിട്ടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ 6 പോയിന്റ്സ് ഞാൻ പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക റിസർച്ച് കൺസിഡർ ചെയ്യുന്നതിന് മുമ്പ്. ഓഫ് കോഴ്സ് ഇത് നല്ലൊരു പ്രോഗ്രാം തന്നെയാണ്, പക്ഷേ വളരെ സീരിയസ് ആയിട്ട് ജെന്യുവിനായിട്ട് പഠിത്തം കൺസിഡർ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ്. അല്ലാത്ത ഇപ്പോൾ സ്പൗസ് വിസ നോക്കുന്നില്ല എന്നുള്ള ഒരാളാണെങ്കിൽ ഓഫ് കോഴ്സ് എൻ്റെ സജഷൻ നിങ്ങളൊരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം എടുക്കാനായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്റ്റ് എമൗണ്ട് ഓഫ് ടോപ്പിക്സ് അവൈലബിൾ ആണ്, അതുപോലെ വാസ്റ്റ് എമൗണ്ട് ഓഫ് യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് പല യൂണിവേഴ്സിറ്റീസും നിങ്ങൾക്ക് കോഴ്സസ് നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഓഫ് മോഡ്യൂൾസ് തന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡ്യൂൾസ് എടുക്കാനുള്ള ഓപ്ഷന് പല യൂണിവേഴ്സിറ്റീസും കൊടുക്കുന്നുണ്ട്. റിസർച്ച് പോലെയുള്ള ഒരു കോഴ്സ് എടുത്താൽ നിങ്ങൾ ഒരൊറ്റ ടോപ്പിക്കിൽ നിങ്ങളുടെ ഫൈൻഡിങ്സിന് വേണ്ടിയാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറേ ടൈം ടേക്കിംഗ്, കുറേ എഫേർട്ട് ടേക്കിങ്ങും ടൈം ടേക്കിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. മറ്റേ ഇപ്പോൾ ഒരു PG പ്രോഗ്രാം പോലത്തെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി എന്ത് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളുടെ റിസർച്ച് സബ്മിറ്റ് ചെയ്യാൻ പറയണോ അതിൻ്റെ ഉള്ളിൽ ചെയ്താൽ മതി. മറ്റത് നമ്മൾ സെൽഫ് റിസർച്ചാണ്, പല കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പേഴ്സണൽ എഫേർട്ടും കൂടെ ഇതിൽ വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുക റിസർച്ച് നോക്കുന്നവരാണെങ്കിൽ. ഇനി സെപ്റ്റംബർ ഇൻടേക്ക് 2025 കൂടുതൽ വാസ്റ്റ് നമ്പർ ഓഫ് കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്. മാനേജ്മെൻറ്റ് സബ്ജക്ട്സിലും IT-യിലും അതുപോലെ തന്നെ സയൻസ് റിലേറ്റഡ് സബ്ജക്ട്സിലും കോഴ്സസ് അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് റീച്ച് ആക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.